ഹലോ ബൈ ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? കുറച്ചൊരു ഉറങ്ങാനുള്ള സമയമുണ്ട്. എയർപോർട്ടിലാണ്. ഫ്ലൈറ്റ് 6 മണിക്ക് ശേഷമുള്ളൂ. അപ്പോൾ ഞാൻ അതിന് മുന്നേ എയർപോർട്ടിലൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞ് അത് ക്ലിയർ ആവുന്നില്ല, മനസ്സിലാവുന്നില്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ടെർമിനൽ 1 ഇങ്ങനെ കയറി വരിക എന്നുള്ള വീഡിയോ വിശദമായിട്ടിട്ടാണ്. അപ്പോൾ ഫുള്ള് വീഡിയോ കണ്ടു നോക്കി. ഇതാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലം. നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് ഇനി എവിടെ പാർക്ക് ചെയ്യുന്ന കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇനി ശ്രദ്ധിച്ച് കേട്ടോളിട്ടോ. ഇതുവരെയുള്ളതൊക്കെ ഒന്നും ആരും കേട്ടിട്ടില്ല, ആർക്കും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടി ഒന്നുകൂടെ ചെയ്യാണ്. ഓക്കെ, ഇത് ഡൊമസ്റ്റിക്കിൻ്റെ ഫസ്റ്റ് ടീ ആണ്. 1Tയിലാണ് നമ്മൾ പാർക്കിങ്ങിന് പോണത്. രണ്ടാമത്തെ ടെർമിനലിനെ പറ്റിയിട്ട് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല, പക്ഷെ ഒന്നിൻ്റെ എനിക്ക് നല്ല ഐഡിയ ഉണ്ട്. ഓക്കെ, ഇത് പോലും ഇങ്ങനെ പറഞ്ഞ I need to move എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തീരുമാനമായി തുടങ്ങും. ബാംഗ്ലൂർ എയർപോർട്ട് പാർക്കിംഗ് അപ് ടു 5 സെക്കൻഡ് ഗോ. ഓക്കെ, ഇങ്ങനെ കാണിക്കുന്നത്. ഇനി അവിടെ തിരിയാം. ഞങ്ങൾ ടെർമിനൽ 1 എക്സിറ്റ്, ടെർമിനൽ 1, 2. ഈ 1, 2ൻ്റെ അവിടേക്ക് നേരെ പോവാം. ഓക്കെ, ഈ ഫസ്റ്റ് എക്സിറ്റ് അടിക്കരുത് കേട്ടോ. ഇവിടെ ഒരു ഫസ്റ്റ് എക്സിറ്റ് ഉണ്ട്. ഇപ്പോൾ ആ വണ്ടി പോകുന്നുണ്ടോ, അത് അടിക്കരുത്. അതടിച്ച് നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് പോയി. ഇനി നേരെ തന്നെ പോവാം. ഇവിടെ ഒരു പാർക്കിംഗ് എൻട്രി എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കും. അതും കഴിഞ്ഞ് ഈ വളവും കഴിഞ്ഞാൽ നമുക്കൊരു സിഗ്നൽ കിട്ടും. വീണ്ടും നമുക്ക് എന്ത് ചെയ്യും, പറഞ്ഞ പോലെ തന്നെ ടെർമിനൽ 1, 2 കിട്ടും. ഇവിടെ അമ്പൊക്കെ ഉണ്ട് കേട്ടോ, ഒക്കെ ചാടിക്കൊണ്ടി. അപ്പോൾ ഇത് ഇങ്ങനെ നേരെ പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് ആ നിൽക്കുന്നവിടുത്തെ ഒരു സിഗ്നലുണ്ട്. ഈ 2ലേക്ക് ഇതിലാണ് പോലെന്നാണ് എൻ്റെ ഒരു പാർക്കിങ്ങിനും വേണ്ടി പോലും ഇതിലാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇതിലെ പോയാൽ ആളെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് നേരെ ഈ സിഗ്നലിലെത്തും. ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട്, ഇങ്ങനെ എത്തും. ഓക്കെ, ഈ സൈഡിൽ ഇങ്ങനെ പാർക്ക് ചെയ്യുന്നത് കാണാം. ഇവിടുന്ന് നല്ലോണം ശ്രദ്ധിക്കാനുണ്ടോ. ഇവിടുത്തെ ടെർമിനൽ 1, 2 പാർക്കിങ്. ടെർമിനൽ 1ലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഒരു റോഡ് വേറെ വരുന്നുണ്ട്. ഇതിൻ്റെ താഴേക്കുള്ള റോഡ് വേറെ വരുന്നുണ്ട്. അതിലേക്ക് ആരും എടുത്ത് ചാടരുത്, കേട്ടണല്ലോ. ഇങ്ങനെ പോന്ന്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇടും, അല്ലാണ്ട് അടുപ്പിച്ച് പോകുന്നത്. ഇങ്ങനെ പോന്നിട്ട് എന്തേ കേട്ടോ, നമ്മളിപ്പോൾ വന്നോടത്തേക്ക് നമ്മൾ അതിലാണ് ഇങ്ങനെ പോലാണ് ആളെ ഇറക്കിയിടാൻ. ഓക്കെ, ഇനി ഇവിടെ കണ്ടെങ്കിൽ യൂബർ സോൺ കണ്ടോ, ഊബർ സോൺ കണ്ടോ. ഈ ഊബർ സോണിലേക്ക് നമ്മൾ കയറാം. കണ്ടോ, ഇത്ര ഉള്ളൂ ഇവിടെ പാർക്കിങ്ങിന്. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടും. ഇല്ലെങ്കിൽ ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ഓടിയാൽ പിന്നെ ട്രിപ്പ് കിട്ടുള്ളൂ.